ഹലോ! നമ്മള് 8th ചാപ്റ്ററിലേക്ക് പോവാണ്. 8th ചാപ്റ്ററിന്റെ പേരാണ് താങ്ക് ഗോഡ്. Once upon a time, there was a farmer who liked fruits. So he decided to grow fruits on his land. ഒരിക്കല് ഒരു കർഷകൻ ഉണ്ടായിരുന്നു. ഫാർമർ എന്ന് പറഞ്ഞാൽ കർഷകൻ. Who liked fruits. അദ്ദേഹത്തിന് ഫ്രൂട്ട്സ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ തോട്ടത്തില് ഫ്രൂട്ട്സ് ഗ്രോ ചെയ്യാൻ തീരുമാനിച്ചു. He worked hard to grow a variety of fruits. With hard work and care, the trees grew well. നന്നായി ഹാർഡ് വർക്ക് ചെയ്യുകയും അതുപോലെ തന്നെ കെയർ ചെയ്ത് നോക്കി വളർത്തുകയും ചെയ്തതുകൊണ്ട് എല്ലാ മരങ്ങളും നന്നായി തന്നെ വളർന്നു. He took special care to grow grapes and watermelons in a small corner of his farm. ഈ കർഷകന് ഗ്രേപ്സും വാട്ടർമെലണും വളരെ ഇഷ്ടമാണെന്ന് തോന്നുന്നു. കാരണം ഗ്രേപ്സും വാട്ടർമെലണും ഫാമിന്റെ ഒരു കോർണറിൽ വളരെ സ്പെഷ്യൽ കെയർ കൊടുത്തിട്ട് അദ്ദേഹം വളർത്തുന്നുണ്ടായിരുന്നു. When the fruits were all ripe and ready to be eaten, the farmer decided to give the best fruit to the king. അങ്ങനെ ഫ്രൂട്ട്സ് എല്ലാം വളർന്ന് പഴുത്ത് പാകമായി കഴിഞ്ഞപ്പോൾ കർഷകൻ തീരുമാനിച്ചു ഇതില് ഏറ്റവും നല്ല ഫ്രൂട്ട് കിങ്ങിന് ഗിഫ്റ്റായി കൊടുക്കണം. Then his wife said, "This year the best fruits on our farm are watermelons and the grapes." അപ്പൊ അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ വൈഫ് പറഞ്ഞു, ഈ വർഷം നമ്മുടെ തോട്ടത്തിൽ ഏറ്റവും നന്നായിട്ട് ഉണ്ടായിരിക്കുന്നത് വാട്ടർമെലൻസും ഗ്രേപ്സും ആണ്. അതിനാണല്ലേ കർഷകൻ ഏറ്റവും സ്പെഷ്യൽ കെയർ കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഫ്രൂട്ട്സും ഏറ്റവും നന്നായി വളർന്നു വന്നിട്ടുണ്ടായിരുന്നു. The farmer thought about it and said, "Since it is a long journey to the palace, I shall take the grapes as watermelons are too heavy." ഭാര്യ പറഞ്ഞ കാര്യത്തിനെ പറ്റി കർഷകൻ ഒരു നിമിഷം ചിന്തിച്ചു. എന്നിട്ട് പറഞ്ഞു, പാലസിലേക്ക് കുറേ ദൂരം യാത്ര ചെയ്യാനുണ്ട്. വാട്ടർമെലൺസ് ഭയങ്കര ഹെവി അല്ലേ? അതും ക്യാരി ചെയ്ത് അത്രയും ദൂരെ പോവുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ ഗ്രേപ്സ് കൊണ്ടുപോയി രാജാവിന് കൊടുക്കാം. So he put bunches of grapes in a baskets and walked to the king's palace. അങ്ങനെ അദ്ദേഹം കുറേ ബഞ്ചസ് ഓഫ് ഗ്രേപ്സും എടുത്തിട്ട് ഒരു ബാസ്ക്കറ്റിൽ ഇട്ടിട്ട് കിങ്ങിന്റെ പാലസിലേക്ക് പോയി. What do you think will happen next? ഇനി എന്ത് സംഭവിക്കുന്ന നിങ്ങൾക്ക് തോന്നുന്നത്? The farmer reached the palace. He told the palace guard that he had bought a gift for the king. അങ്ങനെ ഫാർമർ കൊട്ടാരത്തിലെത്തി. എന്നിട്ട് അവിടെ ഇരിക്കുന്ന ഗാർഡിനോട്, ഗാർഡ് എന്ന് പറഞ്ഞ ആരാ? കൊട്ടാരത്തിന്റെ മുന്നിൽ കാവൽ നിൽക്കുന്ന ഭടനാണ്. അപ്പോ ഗാർഡിനോട് പറഞ്ഞു, ഞാൻ രാജാവിന് ഒരു ഗിഫ്റ്റും കൊണ്ടുവന്നതാണ്. The palace guard then took him to the royal garden. അപ്പോ ഗാർഡ് ആ കർഷകനെ റോയൽ ഗാർഡനിലേക്ക് കൊണ്ടുപോയി. റോയൽ എന്ന വേർഡ് നമ്മൾ രാജാവിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അല്ലെ രാജകുടുംബത്തിനെയൊക്കെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് റോയൽ. The farmer saw the king playing with the princess. ഫാമർ ദൂരേന്ന് കണ്ടു കിങ് പ്രിൻസസിന്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. So he quietly kept the basket full of grapes in front of him and sat down. അത് കണ്ടപ്പോ കർഷകൻ ആ ബാസ്ക്കറ്റിലുള്ള ഗ്രേപ്സ് ഒക്കെ രാജാവിന്റെ മുന്നിൽ വെച്ചു. എന്നിട്ട് അവിടെ നിലത്ത് ഇരുന്നു. When the king sat down to rest, the guard brought the basket of grapes to the king. അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം റെസ്റ്റ് എടുക്കാൻ വേണ്ടി രാജാവ് ഇരുന്നപ്പോ ഗാർഡ് ഈ ബാസ്ക്കറ്റിലുള്ള ഗ്രേപ്സും എടുത്ത് രാജാവിന്റെ അടുത്തേക്ക് വന്നു. The guard pointed to the farmer and told the king that the grapes were a gift from the farmer. ഗാർഡ് ദൂരെ നിൽക്കുന്ന കർഷകനെ കാണിച്ചുകൊണ്ട് രാജാവിനോട് പറഞ്ഞു, ആ കർഷകൻ കൊണ്ടുവന്ന ഗിഫ്റ്റ് ആണ് ഈ ഗ്രേപ്സ് എന്ന്. The king saw the farmer. The king was still in a playful mood.
കിങ് ദൂരെ നിൽക്കുന്ന ഫാർമറിനെ കണ്ടു. അദ്ദേഹം പ്രിൻസസിന്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോഴും അതേ പ്ലേഫുൾ മൂഡിലായിരുന്നു. സീരിയസ് ആയിട്ടൊന്നും സംസാരിക്കുന്ന സമയമായിരുന്നില്ല. ഹീ ടുക്ക് എ ബഞ്ച് ഓഫ് ഗ്രേപ്സ് ഫ്രം ദ ബാസ്ക്കറ്റ്. രാജാവ് ബാസ്ക്കറ്റിലെ മുന്തിരികളിൽ നിന്നും ഒരു കൊല മുന്തിരി അദ്ദേഹത്തിന്റെ കയ്യിലെടുത്തു. He plucked out one grape and popped it into his mouth. ആ കുലയിൽ നിന്നും ഒരു മുന്തിരി എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു ഗ്രേപ്പ് എടുത്തിട്ട് അദ്ദേഹം വായിലേക്ക് പോപ്പ് ചെയ്തു. എങ്ങനെയാണ് മുന്തിരി പോപ്പ് ചെയ്യാന്ന് അറിയാലോ. ജസ്റ്റ് ഒന്ന് ഞെക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള മുന്തിരി പെട്ടെന്ന് തന്നെ വായിലേക്ക് വരും. അതിനാണ് നമ്മൾ പോപ്പ് ചെയ്യാന്ന് പറയാം. Then he plucked another grape and threw it playfully at the farmer. ഒരു മുന്തിരി എടുത്തിട്ട് അദ്ദേഹത്തിന്റെ വായിലിട്ടു. എന്നിട്ടോ വേറൊരു മുന്തിരിയും കൂടി പറിച്ചെടുത്തിട്ട് ഫാർമറിന്റെ മേലേക്ക് തമാശയ്ക്ക് എറിഞ്ഞു. When the grape hit the farmer's forehead, he said, "Thank God." ഗ്രേപ്സ് കർഷകന്റെ നെറ്റിയിൽ വന്നു കൊണ്ടു. അപ്പോ ഫാർമർ പറയാ, "Thank God." The king was surprised. He threw a grape again. ഇതെന്താ മുന്തിരി എറിഞ്ഞു കഴിഞ്ഞപ്പം കർഷകൻ താങ്ക് ഗോഡ് എന്ന് പറയുന്നത്? രാജാവ് ആകെ സർപ്രൈസ്ഡ് ആയിപ്പോയി. അദ്ദേഹം ഒരു മുന്തിരി കൂടി എടുത്തിട്ട് ഫാർമറിന്റെ മേലേക്ക് എറിഞ്ഞു. The farmer again said, "Thank God, I am blessed." The king asked the farmer, "Why are you thanking God when I am throwing grapes at you?" ഞാൻ നിന്റെ മേലേക്ക് ഗ്രേപ്സ് എടുത്തെറിയുന്ന സമയത്ത് നീ എന്തിനാ താങ്ക് ഗോഡ് അല്ലെങ്കിൽ നന്ദി ദൈവമേ എന്ന് പറയുന്നത്? The wise farmer replied with a smile. വൈസ് ഫാർമർ, ബുദ്ധിമാനായ ഫാർമർ ഒരു ചിരിയോടുകൂടി രാജാവിനോട് പറഞ്ഞു, "ഓ മൈറ്റി കിങ്, I had grown the best grapes and watermelon on my farm." ഞാൻ എൻ്റെ തോട്ടത്തില് ബെസ്റ്റ് ഗ്രേപ്സും വാട്ടർമെലണും ആണ് വളർത്തിയിരുന്നത്. I chose the grape to gift you. Imagine if I had bought the watermelons. Indeed, God is great. എന്താ പറഞ്ഞത്? ഞാൻ എൻ്റെ തോട്ടത്തിൽ ഏറ്റവും നന്നായി വളർത്തിയിരുന്നത് ഗ്രേപ്സും വാട്ടർമെലണും ആണ്. അതിൽ നിന്നും ഇവിടേക്ക് ഗിഫ്റ്റ് ആയിട്ട് ഗ്രേപ്സ് ചൂസ് ചെയ്യാനാണ് ഞാൻ തീരുമാനിച്ചത്. ഇമാജിൻ, ഞാൻ വാട്ടർമെലൺ ആയിരുന്നെങ്കിലോ കൊണ്ടുവന്നത്, എൻ്റെ ഒരു അവസ്ഥ എന്താവുമായിരുന്നു? അപ്പോൾ ഗോഡ് ഇസ് ഗ്രേറ്റ്. അതുകൊണ്ടാണ് ഞാൻ താങ്ക് ഗോഡ് എന്ന് പറഞ്ഞത്. ന്യൂ വേർഡ്സ്. ഇവിടെ കുറെ ന്യൂ വേർഡ്സ് കൊടുത്തിട്ടുണ്ടല്ലേ. എന്താ ഇതിൻ്റെയൊക്കെ മീനിങ്? ജേർണി. ജേർണി എന്ന് പറഞ്ഞാൽ യാത്ര. ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് യാത്ര പോകുന്നതിനാണ് ജേർണി എന്ന് പറയുന്നത്. ഗാർഡ്. ഗാർഡ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. കൊട്ടാരത്തിന്റെ പുറത്തൊക്കെ അല്ലെങ്കിൽ എവിടെയെങ്കിലും കാവൽ നിൽക്കുന്ന, ആ കാര്യത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി കാവൽ നിൽക്കുന്ന ആളുകൾക്കാണ് ഗാർഡ് എന്ന് പറയുന്നത്. റോയൽ. റോയൽ എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് ടു കിങ് ആൻഡ് ക്വീൻസ് അല്ലെങ്കിൽ റിലേറ്റഡ് ടു രാജകൊട്ടാരം അല്ലെ രാജകുടുംബം, അതിനാണ് റോയൽ എന്ന് പറയുന്നത്. പോപ്ഡ്. പോപ്ഡ് എന്ന് പറഞ്ഞാൽ വായിലേക്ക് ഇങ്ങനെ ഞെക്കി എറിയുന്നതിനാണ് പോപ്ഡ് എന്ന് പറയുന്നത് ഇവിടെ. പിന്നെ പോപ്ഡിന്റെ ജനറൽ മീനിങ് എന്ന് പറഞ്ഞാൽ ക്വിക്ലി പുട്ട് സംതിങ് ഇൻ ടു യുവർ മൗത്ത് ഓർ മെയ്ഡ് എ സ്മോൾ നോയ്സ്. വൈസ്. വൈസ് എന്ന് പറഞ്ഞാൽ ബുദ്ധിമാനായ. സൈറ്റ് വേർഡ്സ്. ഗ്രോ. ഗ്രോ ചെയ്യാന്ന് പറഞ്ഞാൽ വളർത്തുക. ഒരു പച്ചക്കറിയോ അല്ലെങ്കിൽ പഴങ്ങളോ ഒക്കെ അദ്ദേഹം ഫാമിൽ വളർത്തി, അതിനാണ് ഗ്രോ എന്ന് പറയുന്നത്. ഗ്രോ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സാധനം അത് വളരുന്നതിനാണ് ഗ്രോ. കെപ്റ്റ്. അവിടെ വെച്ചു. കീപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? വെക്കുക. അപ്പൊ കെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി വെച്ച് കഴിഞ്ഞു, അത് പാസ്റ്റ് ടെൻസ് ആണ്, അതിനാണ് കെപ്റ്റ് എന്ന് പറയുന്നത്. ഫ്രണ്ട്. നമ്മുടെ മുന്നിൽ, അതിനാണ് ഫ്രണ്ട് എന്ന് പറയുന്നത്. എഗെയിൻ. എഗെയിൻ എന്ന് പറഞ്ഞാൽ പിന്നെയും സംഭവിക്കാം, അതാണ് എഗെയിൻ. ആൻസർ ദ ഫോളോയിങ്. What did the farmer grow on his farm? The farmer grew grapes and watermelon on his farm. നിങ്ങൾക്ക് വേണമെങ്കിൽ farmer grew fruits on his farm എന്നും എഴുതാം. കാരണം ഫ്രൂട്ട്സ് ആണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫാമിൽ ഗ്രോ ചെയ്തിരുന്നത്. എന്നാൽ പേരെടുത്ത് സ്പെഷ്യൽ ആയിട്ട് ഗ്രേപ്സും വാട്ടർമെലണും പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇവിടെ അങ്ങനെ എഴുതിയത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൻസർ എഴുതാം. What did his wife say? His wife said that the best fruits this year were the watermelons and grapes.
Why did the farmer decide to take the grapes? The farmer decided to take the grapes because watermelons are too heavy for the long journey to the palace. വാട്ടർമെലൺ ഭയങ്കര ഹെവിയാണ്, പാലസിലേക്ക് അതും എടുത്ത് നടന്നു പോവാൻ വളരെ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് ഗ്രേപ്സ് ചൂസ് ചെയ്തത്. What did the king do playfully? The king playfully threw grapes at the farmer. Why did the farmer say thank God? The farmer said thank God because he was relieved that he chose grapes instead of heavy watermelons. ഹെവി ആയിട്ടുള്ള വാട്ടർമെലൺസിന് പകരം ഗ്രേപ്സ് എടുത്തത് ആലോചിച്ചപ്പോൾ അദ്ദേഹത്തിന് സ്വയം ഒരു റിലീഫ് ഫീൽ ചെയ്തു. തിങ്ക് ആൻഡ് സേ. The farmer in the story grew fruits. What else can a farmer grow? ഈ കഥയിലെ ഫാർമർ ഫ്രൂട്ട്സ് ആണ് വളർത്തിയത്. വേറെ എന്തൊക്കെയായിരിക്കും ഫാർമേഴ്സ് നട്ടു വളർത്തുന്നത്? A farmer can grow vegetables, grains, flowers and herbs. ഇത് മാത്രമല്ല വേറെയും കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് അതൊക്കെ എഴുതാം. Are there women farmers? Do you know any? സ്ത്രീകളായിട്ടുള്ള ഫാർമേഴ്സ് ഉണ്ടോ, അതോ എല്ലാ ഫാർമേഴ്സും പുരുഷന്മാരാണോ? Yes, there are many women farmers. Do you know any? അത് നിങ്ങളോടാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്ത്രീയായ ഫാർമറിനെ അറിയാമെങ്കിൽ നിങ്ങൾ അവരെ പറ്റി എഴുതണം. ഓക്കെ? If you meet a farmer, what would you say to them? നിങ്ങളൊരു ഫാർമറിനെ നേരിട്ട് കാണുകയാണെങ്കിൽ അദ്ദേഹത്തോട് എന്താ പറയാ? If I meet a farmer, I would say, thank you for growing our food and taking care of the land. നിങ്ങൾ എന്താ പറയാ? അത് ഇവിടെ എഴുതുക. The farmer knew that the watermelon was heavy and the grapes were light. The words heavy and light are opposite in meaning. മനസ്സിലായോ? വാട്ടർമെലൺ ഹെവി ആണ്, ഗ്രേപ്സ് ലൈറ്റ് ആണ്. ഒന്നിന് വെയിറ്റ് കൂടുതലുണ്ട്, ഒന്നിന് വെയിറ്റ് കുറവാണ്. കൂടുതൽ വെയിറ്റ് ഉള്ളതിനെയാണ് നമ്മൾ ഹെവി എന്ന് പറയുന്നത്, വെയിറ്റ് കുറവുള്ളതിനെയാണ് ലൈറ്റ് എന്ന് പറയുന്നത്. ഈ രണ്ട് വേർഡ്സും ഓപ്പോസിറ്റ് ആണ്. റൈറ്റ് ദ ഓപ്പോസിറ്റ് ഓഫ് ദ അണ്ടർലൈൻ വേർഡ്. ഈ സെന്റൻസുകളിൽ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡ്സിന്റെ ഓപ്പോസിറ്റ് ആണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഒന്ന് ശ്രമിച്ചു നോക്കിയാലോ? ഫസ്റ്റ് വൺ, തിക്ക് ബുക്ക്. തിക്ക്, എന്താണ് തിക്കിന്റെ ഓപ്പോസിറ്റ്? അതിന് നമുക്ക് തിൻ. തിക്ക് ബുക്ക്, തിൻ ബുക്ക്. ലോങ് ജേർണി, ലോങ്. ഷോർട്ട്, വലിയ യാത്ര, ചെറിയ യാത്ര. ലോങ് ജേർണി, ഷോർട്ട് ജേർണി. സോഫ്റ്റ് കോട്ടൺ, സോഫ്റ്റ്. ഹാർഡ്, ഹാർഡ് rock. Slow tortoise, slow. Opposite, fast. Fast rabbit. Read the sentences. The ball is round. The tables are brown. Ball എന്ന് പറഞ്ഞാൽ സിംഗിൾ ഒബ്ജക്റ്റ് ആണ്. ഒരു ബോൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. എന്നാൽ ടേബിൾസ് അത് പ്ലൂറൽ ആണ്. ഒന്നിൽ കൂടുതലായിട്ടുള്ള ടേബിൾസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോ വൺ ബോൾ ആണെങ്കിൽ ഈസ്. ടേബിൾസ് ഒന്നിൽ കൂടുതൽ ടേബിൾസ് ആയതുകൊണ്ട് ആർ. ഇപ്പൊ ഈസ് എന്ന് പറഞ്ഞ സിംഗിൾ ഒബ്ജക്റ്റിനും ആർ എന്ന് പറഞ്ഞ മൾട്ടിപ്പിൾ ഒബ്ജക്ട്സ് അല്ലെങ്കിൽ പ്ലൂറൽ ആയിട്ട് ഉപയോഗിക്കുന്ന സമയത്താണ് ആർ എന്ന് ഉപയോഗിക്കുന്നത്. ഇനി താഴെ തന്നിരിക്കുന്ന സെന്റൻസിൽ നമുക്ക് ഈസും ആറും ഫിൽ ചെയ്യാൻ ശ്രമിച്ചാലോ? There dash animals in the jungle. Animals. Animals ഒന്നാണോ കുറെയാണോ? ഒന്നിൽ കൂടുതലുണ്ടല്ലേ? There are animals in the jungle. The table dash made of wood. ഒരു ടേബിൾ ആണോ ഒന്നിൽ കൂടുതൽ ടേബിൾ ആണോ? ഒരു ടേബിൾ ആണ്. The table is made of wood. These mangoes, കുറേ മാംഗോസ് ഉണ്ടല്ലേ? These mangoes are sweet.
രഘുറാം ഡാഷ് എ ടോൾ ബോയ്. രഘുറാം ഒരാളാണ്. രഘുറാം ഈസ് എ ടോൾ ബോയ്. ദ ടോയ്സ്, ഇപ്പോഴേ അറിയാം ടോയ്സ്. ദ ടോയ്സ് ആർ ഓൺ ദ ഷെൽഫ്. ദ ബുക്ക് ഈസ് ഓൺ ദ ടേബിൾ. ഒരു ബുക്കാണുള്ളത്. ദ ഗേൾസ്, കുറേ ഗേൾസ് ഉണ്ട്. ദ ഗേൾസ് ആർ അറ്റ് ദ ഷോപ്പ്. ദ കാർ, ഒരു കാറാണ്. ദ കാർ ഈസ് ഓൺ ദ റോഡ്. ഇവിടെ ഒരു ചെറിയ പോയം കൊടുത്തിട്ടുണ്ടല്ലോ, നമുക്ക് വായിച്ചു നോക്കാം. അച്ചൂ. Once a mighty elephant got a mighty cold. It went to buy a handkerchief where handkerchiefs were sold. ആഹാ, എന്താണ്? ഒരു മൈറ്റി എലിഫന്റ്, പവർഫുൾ ആയിട്ടുള്ള ഒരു എലിഫന്റ് ഉണ്ട്. എലിഫന്റിന് എന്താ സംഭവിച്ചത്? ഗോട്ട് എ മൈറ്റി കോൾഡ്. കോൾഡ് പിടിച്ചു, ജലദോഷം പിടിച്ചു എലിഫന്റിന്. ഇറ്റ് വെന്റ് ടു ബൈ എ ഹാൻകർച്ചീഫ്. ഒരു ടവൽ വാങ്ങിക്കാൻ വേണ്ടി ഹാൻകർച്ചീഫ് വിൽക്കുന്ന കടയിൽ പോയി. A hanky for an elephant, sales girl was surprised. A hanky for an elephant? The sales girl was surprised. Sorry sir, but we don't have a handkerchief that size. സെയിൽസ് ഗേൾ എന്താ പറഞ്ഞത്? സോറി സാർ, ഞങ്ങളുടെ അടുത്ത് ഒരു ആനയ്ക്ക് പറ്റിയ ഹാങ്കർചീഫിന്റെ സൈസ് ഇല്ല. അച്ചൂ, said the elephant and shook its mighty head. അച്ചൂ, എലിഫന്റ് തുമ്മാണ്. ആൻഡ് എലിഫന്റ് അതിന്റെ മൈറ്റി ഹെഡ് ഷേക്ക് ചെയ്തു. Forget about the handkerchief. Give me a sheet instead. ഹാങ്കർചീഫ് ഇല്ലെങ്കിൽ പോട്ടെ, എനിക്കതിന് പകരം ഒരു ഷീറ്റ് തരൂ, ഒരു വലിയ ബെഡ്ഷീറ്റ് തരൂ. അപ്പം നമുക്ക് വലിയ ബെഡ്ഷീറ്റ് ആയിരിക്കും, ആനയ്ക്കോ അത് ഹാങ്കർചീഫ് പോലെയായിരിക്കും അല്ലേ? അതാണ് അച്ചൂ. Imagine you are visiting the big elephant. You know that the elephant has a cold. What food items will you take with you? Say them aloud. നിങ്ങൾ ഈ ബിഗ് എലിഫന്റിനെ കാണാൻ പോവാണ്. എലിഫന്റിന് കോൾഡ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എലിഫന്റിന് കൊടുക്കാൻ വേണ്ടി കയ്യിൽ എന്തൊക്കെ ഫുഡ് ഐറ്റംസ് കരുതി വെച്ചിട്ടുണ്ടാകും? ഫ്രഷ് ഫ്രൂട്ട്സ് ലൈക്ക് ആപ്പിൾസ് ആൻഡ് ഓറഞ്ച്. നമ്മൾ രോഗികളെ കാണാൻ പോകുമ്പോൾ ജനറൽ ആയിട്ട് പറയുന്നതാണല്ലേ ആപ്പിൾസ്, ഓറഞ്ചസ്. അതല്ലാതെ മറ്റ് ഫ്രഷ് ഫ്രൂട്ട്സും നമുക്ക് കൊടുക്കാം. പിന്നെ ഹെർബൽ ടീ വിത്ത് ഹണി, പിന്നെ വാം വെജിറ്റബിൾ സൂപ്പ്. ഇതൊന്നും അല്ലാതെ പിന്നെ എന്തൊക്കെ കൊണ്ടുപോവാം? നിങ്ങൾക്ക് എന്തൊക്കെയാണോ കോൾഡ് ഉള്ള ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്നത് അതൊക്കെ ഇവിടെ എഴുതാം. Chandu has written the steps for preparing a salad on a few slips of paper. He mixed them up. Think of the proper order and write down in the space given below. ചന്തു ഒരു സാലഡ് ഉണ്ടാക്കുകയാണ്. സാലഡ് ഉണ്ടാക്കാനുള്ള റെസിപ്പി ഒക്കെ ഒരു ബുക്കിൽ 1 by 1 എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് ചന്തുവിന്റെ കയ്യിൽ നിന്ന് പേപ്പറൊക്കെ സ്ലിപ്പായി താഴെ പോയിട്ട് എല്ലാം കൂടി മിക്സ് ആയിപ്പോയി. നിങ്ങൾ അത് ഓർഡറിലാക്കാൻ ചന്തുവിനെ ഹെൽപ്പ് ചെയ്യാമോ? Next, I put 10 papaya cubes. Mother cut some fruits for me. First, I take some banana slices. Finally, I squeeze a lemon on it, adding a pinch of salt. Then I add the apple slices. Then I mix them all. After that, I add some grapes from a bunch. ഇത് കണ്ടാൽ തന്നെ അറിയാം ഇത് പ്രോപ്പർ ഓർഡറിലല്ല. നമുക്ക് എങ്ങനെ അത് ഓർഡർ ആക്കാം? ഏതാണ് ഇതിൽ ഫസ്റ്റ് സെന്റൻസ് ആയിട്ട് വരുന്നത്? മദർ കട്ട്സ് സം ഫ്രൂട്ട്സ് ഫോർ മീ. ആദ്യം തന്നെ അമ്മ എല്ലാ ഫ്രൂട്ട്സും കട്ട് ചെയ്ത് സെപ്പറേറ്റ് പാത്രങ്ങളിൽ വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഐ ടേക്ക് സം ബനാന സ്ലൈഡ്സ്. ബനാന സ്ലൈസ് എടുക്കും. നെക്സ്റ്റ് ഐ പുട്ട് ഇൻ പപ്പായ ക്യൂബ്സ്. ബനാനയ്ക്ക് ശേഷം പപ്പായ ക്യൂബ്സ് ഇടും. Then I add the apple slices. അതിനുശേഷം ആപ്പിൾ സ്ലൈസസ് ഇടും. After that I add some grapes from a bunch. അതിനുശേഷം ഒരു ബഞ്ചിൽ നിന്ന് കുറച്ച് ഗ്രേപ്സ് എടുത്ത് അതിലേക്ക് ആഡ് ചെയ്യും. Then I mix them all. അതിനുശേഷം ഞാൻ അതെല്ലാം നന്നായി മിക്സ് ചെയ്യും. Finally I squeeze
a lemon on it, adding a pinch of salt. അപ്പോൾ ഇതാണ് കറക്റ്റ് ഓർഡർ. Find fruits in the grid given below. ഈ തന്നിരിക്കുന്ന ഗ്രിഡിൽ കുറെ ഫ്രൂട്ട്സിന്റെ പേരുകൾ ഒളിച്ചിരിക്കുന്നുണ്ട്. റൈറ്റ് സൈഡിൽ നോക്കിയാൽ അറിയാം ഏതൊക്കെ ഫ്രൂട്ട്സ് ആണുള്ളത്. മാംഗോ, പപ്പായ, ഗ്രേപ്സ്, ബനാന, ഗോവ, പ്ലം, പീച്ച്, പിയർ. അതൊക്കെ ഇവിടെ എവിടെയാന്ന് കണ്ടുപിടിക്കാമോ? നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ മാംഗോ, then പപ്പായ, grapes, banana, guava, plum, peach, pear. അപ്പോൾ നിങ്ങളും ഇതൊക്കെ കണ്ടുപിടിക്കണം സ്വന്തമായിട്ട്. അതിനുശേഷം നിങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നത് ശരിയാണോ എന്ന് ഇതിൽ ചെക്ക് ചെയ്ത് നോക്കണം. 8th ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. 9th ചാപ്റ്ററുമായിട്ട് ഞാൻ പെട്ടെന്ന് വരാം. അതുവരേക്കും ബൈ.